കഴിഞ്ഞ തവണ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് ഒരുപക്ഷെ നമ്മളുടെ ഇടയിൽ പ്രകടമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു മേഖല ഹിന്ദുക്കൾ ഒഴികെയുള്ള അന്യ മതസമുദായങ്ങളുടെ ഇടയിൽ ഹിന്ദുത്വവാദികൾക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇതുവരെ വിശദീകരിച്ചതുപോലെ ഹിന്ദുത്വവാദികളുടെ മുഖ്യ ശത്രു ആയിട്ട് പറയാവുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അതിൽ തന്നെ പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയുള്ള വ്യത്യസ്ത തരത്തിലുള്ള നടപടികൾ അവയെ കേന്ദ്രീകരിക്കുന്ന മുസ്ലിങ്ങളിലുമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റു സമുദായക്കാരെ മുസ്ലിങ്ങൾക്കെതിരായി കൂടെ നിർത്താനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രകടമായ രീതി എന്ന് പറയുന്നത് അടുത്ത കാലത്തായിട്ട് കണ്ടുവന്നിട്ടുള്ളത് ക്രിസ്ത്യൻ സമുദായത്തോടുള്ള അവരുടെ നിലപാടാണ്. മുമ്പ് ഗോൾവാൾക്കറിൻ്റെയും മറ്റും പ്രസ്താവനകളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയിലും അന്യമതക്കാരെന്നുള്ള നിലയിലും തങ്ങളുടെ ശത്രുക്കളായിട്ടാണ് RSS ഇതുവരെ കണ്ടുവന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതേസമയം തന്നെ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ആ ഒരു ശത്രുതയുടെ അതേ തലം അവർ ക്രിസ്ത്യൻകളോട് നിലനിർത്താനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാവുന്നത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളുമായിട്ടും സാമ്രാജ്യത്വ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ തന്നെ വളർന്നു വരുന്ന വലതുപക്ഷ ചായ്വുള്ള ശക്തികളുമായിട്ട് ഐക്യദാർഢ്യം സ്ഥാപിക്കാനായിട്ട് ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നുണ്ട്. ഈ വലതുപക്ഷ ചായ്വുള്ള ശക്തികളാകട്ടെ പലപ്പോഴും തന്നെ റൈറ്റ് വിങ് ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ചിലപ്പോൾ ജൂത മതത്തിൻ്റെയൊക്കെ തന്നെ സ്വാധീനം നിലവിലുള്ള ആളുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ യുദ്ധത്തിൽ പലതരത്തിലുള്ള ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ പാലസ്തീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും പലപ്പോഴും പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങളിൽ പിന്തുണയ്ക്കേണ്ടി വന്നിട്ടും ഇന്ത്യ എപ്പോഴും ഇസ്രയേലുമായിട്ടുള്ള ബന്ധമോ ഇസ്രയേലുമായിട്ടുള്ള കൂട്ടുകെട്ടോ വിടാൻ തയ്യാറില്ല. അതിൻ്റെ കാരണം വ്യക്തമാണ്. പാലസ്തീൻകാർ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ പാലസ്തീൻകാരിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അവർക്കെതിരായിട്ടുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത്, ഒരു ഐക്യനിര എന്ന് പറയുന്നത് കെട്ടിപ്പടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു കാരണം ഇതിൻ്റെ പുറകിലുണ്ട്. നരേന്ദ്രമോദി കുറെ കാലമായി, അദ്ദേഹം ഭരണം തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് തന്നെ അമേരിക്കയുടെ വാർ ഓൺ ടെറർ, ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് വിളിക്കുന്ന ആഗോള മുദ്രാവാക്യത്തെ തുടർച്ചയായിട്ട് ഏറ്റുപാടിയിട്ടുള്ള ഒരാളാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം തീവ്രവാദികൾക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് തന്നെയാണ്. മറ്റുള്ള തരത്തിലുള്ള തീവ്രവാദികൾ അത് ഒരിക്കലും തന്നെ മോദിയുടെ പട്ടികയിൽ പെടുന്നില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് US ആയിരിക്കുകയും അതിൻ്റെ പിന്നിൽ വിവിധ തരത്തിലുള്ള ശക്തികൾ
ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ഇവരെ ഒഴിവാക്കിക്കൊണ്ടൊരു പ്രവർത്തനം എന്ന് പറയുന്നത് മോദിക്ക് സാധ്യമല്ല. അപ്പോൾ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള നിലപാടുകൾ അത് BJPക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് അവർ പലപ്പോഴും യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ റോമൻ കത്തോലിക്ക പള്ളി ബിഷപ്പ്, ഡൽഹിയിലെ ബിഷപ്പിൻ്റെ അരമനയിൽ മോദി സന്ദർശിച്ചതും, കേരളത്തിൽ പലതവണ ബിഷപ്പുമാരുമായിട്ട് ഇവിടുത്തെ ബിഷപ്സ് കോൺഫറൻസുമായിട്ട് ചർച്ചകൾ നടത്താൻ BJPയുടെ നേതൃത്വം തയ്യാറായതും, ഇപ്പോഴും ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ക്രിസ്ത്യൻ നേതൃത്വത്തിലുള്ളതാണ്. അവരുമായിട്ട് അനുരഞ്ജന സംഭാഷണം നടത്താനും അവരുടെ അരമനകൾ സന്ദർശിക്കാനും ഒക്കെ തന്നെ BJP നേതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മുരളീധരനെ പോലെയുള്ളവരൊക്കെ തന്നെ തയ്യാറാവുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനും ക്രിസ്ത്യാനികളെ സ്വന്തം പക്ഷത്ത് കൂട്ടിച്ചേർക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിലുള്ള ഒരു ഇരട്ടത്താപ്പും കൂടി കാണേണ്ടതുണ്ട്. കാരണം നമുക്കൊക്കെ അറിയുന്നത് പോലെ 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വിഭാഗങ്ങളിൽ തീരപ്രദേശത്തെ മുക്കുവ വിഭാഗങ്ങളും ദളിത വിഭാഗങ്ങളും പിന്നോക്ക സമുദായങ്ങളും ഇന്ത്യയിൽ പെടുന്നു. ഈ പറയുന്ന മുക്കുവ ദളിത പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ ധാരാളമായിട്ട് മതപരിവർത്തനങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിയിട്ടുണ്ട്. അവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകിയിട്ടുണ്ട്. അവരെ യഥാർത്ഥത്തിൽ പൂർണ്ണരൂപത്തിലുള്ളൊരു മനുഷ്യന്മാരാക്കി മാറ്റാനായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനത്തെ ഒരിക്കലും തന്നെ ശ്ലാഘിക്കാനോ അതിനെ അംഗീകരിക്കാനോ BJPയോ RSSോ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. മിഷണറിമാരുടെ പലതരത്തിലുള്ളവരുടെ കൊളോണിയൽ അവശിഷ്ടങ്ങളും വിധേയത്വമൊക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ അവരുടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സാമൂഹ്യ പരിവർത്തനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ അതേസമയം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ള പ്രദേശങ്ങളിൽ, അതായത് മിഷണറിമാർ സജീവമായി പ്രവർത്തിച്ചു പോന്നിട്ടുള്ള വടക്ക് കിഴക്കൻ മേഖല, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസയുടെ വടക്ക് ഭാഗങ്ങൾ, ഗുജറാത്ത്, രാജസ്ഥാൻ മുതലായ പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തെ അപലപിക്കാനും പരസ്യമായി വെല്ലുവിളിക്കാനും ശത്രുതയോടെ നോക്കിക്കാണാനും ഒക്കെ തന്നെയാണ് BJP നേതൃത്വം തയ്യാറായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ സ്ഥാപിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ആദിവാസികൾക്കിടയിൽ ഉള്ള സംഘടനയായ വനവാസി കല്യാൺ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന നേരിട്ട് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിനെതിരായി ശക്തമായ ഏറ്റുമുട്ടൽ നടത്തിയിട്ടുള്ള സംഘടനയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ പ്രശസ്ത ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും ഒറീസയിൽ വെച്ചിട്ട് കലഹണ്ടി പ്രദേശത്ത് വെച്ച് വനവാസി കല്യാൺ പരിഷത്തിൻ്റെ പ്രവർത്തകർ വധിച്ചത് ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നാണ്. അതുകൂടാതെ ഗജ്റൗള, ജബുവ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലെ മിഷണറിമാരുടെ ആസ്ഥാനങ്ങളെ ആക്രമിക്കാനായിട്ട് വനവാസി കല്യാൺ പരിഷത്തുകാർ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള, വേണ്ടത്ര ഒരുപക്ഷെ ഗൗരവത്തിലെടുക്കാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തിനെ എതിർക്കാനായിട്ട് വളരെ ബോധപൂർവം തന്നെ ആദിവാസി മേഖലകളിലും ദളിത മേഖലകളിലും മുമ്പ് പറഞ്ഞ വനവാസി കല്യാൺ പരിഷത്തും അതുപോലെ തന്നെ മറ്റ് RSS സംഘടനകളും അതിശക്തമായ രീതിയിൽ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയും പ്രത്യേകിച്ച് ഹിന്ദുത്വ പശ്ചാത്തലത്തിലുള്ള പഴയ ഋഷിമാരുടെയും മുനിമാരുടെയും
അതുപോലെ തന്നെ ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ തന്നെ കഥകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്തു വന്നിട്ടുള്ളൊരു സ്ഥിതിവിശേഷം നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ വാൽമീകികൾ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സമുദായമുണ്ട്. ദളിത സമുദായമാണ്. ഈ വാൽമീകികൾക്കിടയിൽ വാൽമീകി മഹർഷിയുടെ പേരുദ്ധരിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള വാൽമീകി മഹർഷിയുടെ പിന്തുടർച്ചക്കാരാണ് ഈ വാൽമീകികൾ എന്ന് പറയുന്ന വാദവും പ്രചരണവും സംഘടിപ്പിച്ചുകൊണ്ട് ഈ വാൽമീകികളെ RSSൻ്റെ കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. അതുപോലെ തന്നെ മുക്കുവ വിഭാഗത്തിൽ മുക്കുവ വിഭാഗങ്ങൾക്കിടയിൽ ഇതുപോലെ തന്നെ വ്യാസൻ പരാശരൻ എന്ന് പറയുന്ന ഒരു മഹർഷിക്ക് അദ്ദേഹത്തിന് ഒരു മുക്കുവ സ്ത്രീയായിട്ടുള്ള മത്സ്യഗന്ധിയിൽ ജനിച്ച കുട്ടിയാണ് വ്യാസൻ എന്നുള്ളൊരു കഥയുണ്ട്. ഈ കഥയെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാസൻ്റെ സന്തതികളാണ് മുക്കുവന്മാരെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാസൻ്റെ പ്രയോഗം നടത്തിക്കൊണ്ട് അവരെ സ്വാധീനിക്കാനുള്ള ശ്രമവും ഇതിനോടൊപ്പം തന്നെ നടത്തിയ മറ്റൊരു സംഗതിയാണ്. ഇതേ രീതിയിൽ പ്രാദേശിക തലത്തിലുള്ള മറ്റ് പ്രശസ്തരായിട്ടുള്ള ധീരയോദ്ധാക്കളുടെ, ഉദാഹരണത്തിന് ജാർഖണ്ഡിൽ ഛത്തീസ്ഗഡ് പ്രദേശങ്ങളിൽ റാണി ദുർഗാവതി എന്ന് പറയുന്ന ഗോത്രവർഗ രാജ്ഞിയുടെ കഥ, അതുപോലെ തന്നെ ലോഹിത് എന്ന് വിളിക്കുന്ന അസമീസ് വീരപുരുഷൻ്റെ കഥ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വീരപുരുഷന്മാരുടെ കഥകളും മറ്റൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഗോത്രവർഗ സംഘാടനം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ നടത്താനുള്ള ശ്രമവും കേരളത്തിൽ ഉദാഹരണത്തിന് തലക്കൽ ചന്തുവിൻ്റെ കഥ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു കഥയാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഉപയോഗിച്ചുകൊണ്ട് RSSൻ്റെ സംഘാടനം പ്രത്യേകിച്ച് ആദിവാസികൾക്കിടയിലും ദളിതർക്കിടയിലും നടത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരെ യഥാർത്ഥത്തിൽ അവരെ ഒറ്റപ്പെടുത്താനും ദളിതരെ അല്ലെങ്കിൽ ആദിവാസികളെ മുഴുവനും ഹിന്ദു വിഭാഗത്തിൻ്റെ ഭാഗമാണ് എന്ന് തെളിയിക്കാനും ഒക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഉദാഹരണങ്ങളൊന്ന് 1953 മണിപ്പൂരിലെ രാജാവ്, അദ്ദേഹം മെയ്തി ഗോത്രവർഗത്തിൽപ്പെട്ട ആളാണ്. മണിപ്പൂരിലെ രാജാവ് അദ്ദേഹം ശ്രീരാമനെയും സീതയെയും തൻ്റെ ആസ്ഥാന ദൈവങ്ങളായിട്ട് അംഗീകരിക്കുകയും ഹിന്ദുമതം എന്ന് വിളിക്കുന്നത് മണിപ്പൂരിലെ മതമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. മെയ്തികൾ ഗോത്രവർഗമാണ്. അവർക്ക് ഹിന്ദുക്കൾ എന്ന് പറയുന്നൊരു സംഭവമില്ല. സനമാഹി എന്ന് വിളിക്കുന്ന മറ്റൊരു മതം പിന്തുടരുന്ന ആളുകളാണവർ. ഇവിടെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ രാജാവ് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു സന്യാസിയുടെയൊക്കെ സ്വാധീനത്തിൽ, ഒരു ബൈരാഗി സന്യാസിയുടെ സ്വാധീനത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള മതപ്രഖ്യാപനം നടത്തിയത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹിന്ദുവൽക്കരണം ആദിവാസികൾക്കിടയിലും ദളിതർക്കിടയിലും നടത്തിക്കൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനത്തെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന രീതി നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇത്തരത്തിൽ ഒരുപക്ഷെ ക്രിസ്ത്യൻ വംശജർക്ക്, ക്രിസ്ത്യൻ സമുദായത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മളിവിടെ മറുവശത്ത് കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സമ്പന്നരായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കൊക്കെ അറിയാവുന്ന പോലെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ലവ് ജിഹാദ് ചർച്ചയാണ്. അത് പാലായിലെ ആർച്ച് ബിഷപ്പ് അദ്ദേഹം അത് പരസ്യമായിട്ട് പറയുകയും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സംഗതിയാണ്. ക്രിസ്ത്യൻ വംശജരായ പെൺകുട്ടികളെ മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികൾ വിവാഹം കഴിക്കുകയും എന്നിട്ട് അവരെ മതപരിവർത്തനം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഏറെയൊന്നും സ്ഥിരീകരിക്കപ്പെടാത്ത 1-2 അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നല്ലാതെ സ്ഥിരീകരണമൊന്നുമില്ലാത്തൊരു വസ്തുതയെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മുസ്ലിം വിദ്വേഷ ക്യാമ്പയിനാണ് ഇതിൻ്റെ നല്ലൊരു ഉദാഹരണങ്ങളൊന്ന്. ഇങ്ങനെയുള്ള മുസ്ലിം വിദ്വേഷ ക്യാമ്പയിൻ നടത്തുന്ന വഴിയായിട്ട് യഥാർത്ഥത്തിൽ BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ അനുകൂലമായിട്ട് ക്രിസ്ത്യാനികളെ തിരിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പോലും
ഇവർക്ക് സാധിക്കാൻ കഴിയുന്നതിന് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ഒരു മുസ്ലിം വിദ്വേഷ മുന്നണിയുടെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളെ മാറ്റുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ വിള്ളൽ വരുത്തുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഗതി അതിനോടൊപ്പം തന്നെ നടന്നു വരുന്നത് എന്ന് പറയുന്നത് ക്രിസ്തീയ സമുദായങ്ങൾക്കിടയിലുള്ള പലതരത്തിലുള്ള അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഒക്കെ തന്നെ അതിനെയൊക്കെ സ്വാംശീകരിക്കാനും അതിനൊക്കെ തന്നെ ഹിന്ദുക്കളുമായിട്ടുള്ളൊരു പരസ്പര ബന്ധം ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് മറ്റൊന്ന്. അതിൻ്റെ ഒരു പക്ഷേ നല്ല ഉദാഹരണങ്ങളൊന്നെന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനും അതിനോടൊപ്പം തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെ ഇപ്പോഴത്തെ അംഗവുമായിട്ടുള്ള ഡോക്ടർ CI ഐസക്കിനെ പോലെയുള്ള ആളുകൾ അവർ ഇന്ത്യയിലുള്ള മുനിവര്യന്മാരെയും ഋഷിമാരെയും ഒക്കെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന സത്യങ്ങളും ക്രിസ്ത്യാനികൾ യേശുക്രിസ്തു പറയുന്ന ജീവിത രീതിയൊക്കെ തന്നെ ഒന്ന് തന്നെയാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ മറ്റൊരു രീതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സങ്കല്പങ്ങളായിട്ടുള്ള ജീവകാരുണ്യം അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ കരുണ തുടങ്ങിയിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഇന്ത്യൻ പാരമ്പര്യത്തിലും പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് കൊണ്ട് പ്രചരിപ്പിക്കുകയും ഇതൊന്നും ഒരു പക്ഷേ മുസ്ലിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണവും ഇതിനോടൊപ്പം തന്നെ നടന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത്തരത്തിലുള്ള സംഗതികളോടൊപ്പം തന്നെ മുമ്പ് പറഞ്ഞ രീതിയിൽ കോർപ്പറേറ്റ് തലത്തിൽ ലഭിക്കുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള വ്യവസായികൾക്ക് സമ്പന്ന വർഗങ്ങൾക്കൊക്കെ തന്നെ ഇന്നത്തെ BJP ഗവൺമെൻറ് നൽകുന്ന ആശ്വാസ പ്രവർത്തനങ്ങളും കൂടിയാകുമ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ക്രിസ്ത്യൻ വിഭാഗത്തെ മറ്റവരിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് നമുക്ക് നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് നിലപാടുകളാണിത്. ഒരു വശത്ത് മതപരിവർത്തനം നടത്തുന്ന ഒരുപക്ഷെ ദളിത് ക്രൈസ്തവർക്കെതിരായിട്ടും അവരെ മതപരിവർത്തനം നടത്തുന്ന പുരോഹിതന്മാർക്കെതിരായിട്ടും ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ വടക്കേ ഇന്ത്യയിൽ എടുക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യയെ പോലെയുള്ള പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെയുള്ള സമ്പന്ന ക്രൈസ്തവ വിഭാഗവുമായിട്ട് അനുരഞ്ജനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും അവിടുത്തെ പള്ളി മേധാവികളും മറ്റവരുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് അവരെ അനുനയിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള സംഗതി പറഞ്ഞത് അത് തലശ്ശേരി ബിഷപ്പായിട്ടുള്ള പമ്പ്ളാനി എന്ന് വിളിക്കുന്ന അച്ഛനാണ്. അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി. അതായത് റബ്ബർ വില എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിത്തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന് പകരമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് നൽകാമെന്ന് പറയുന്ന രീതിയിലുള്ള കച്ചവട സ്വഭാവമുള്ള ഒരു ബാർഗെയിനിങ് വരെ പമ്പ്ളാനി വൈദികൻ നടത്തിയായിട്ട് നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ളൊരു ബാർഗെയിനിങ്ങിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരത്തിലുള്ള നടപടികൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന രീതി വളർന്നു വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിക്കുകയും അവരുടെ ഐക്യത്തെ തകർക്കുകയും ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ തന്ത്രമായിട്ട് ഇതിനെ കാണേണ്ടതാണ്. ഈ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു സംഗതി, ഈ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ പുറകിൽ കിടക്കുന്നൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം മുമ്പ് പറഞ്ഞ വാർ ഓൺ ടെറർ എന്ന് വിളിക്കുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുക, അവരെ തീവ്രവാദികളായിട്ട് കണക്കാക്കിയിട്ട് അവരെ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്ന സാമ്രാജ്യത്വ തന്ത്രവുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ് ഈ പറയുന്ന ഒരു തന്ത്രം എന്നുകൂടി നമ്മളിവിടെ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് BJPയുടെ ഒരു സാധാരണ ഒരു RSS നയത്തിൻ്റെ ഭാഗമല്ല, അത് ഹിന്ദുത്വവാദികളുടെ അജണ്ടയിൽ പെട്ടതുമല്ല. പക്ഷേ അതേസമയം തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഒരു കോർപ്പറേറ്റ് അനുനയത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി മുസ്ലിങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ US-നും സാമ്രാജ്യത്വ ശക്തികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് നയിക്കാമെന്നും അതുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു പദവി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള പദവി എന്ന് പറയുന്ന ഉണ്ടായേക്കാം എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണ അത് BJP RSSനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ അവർ കൈക്കൊള്ളുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായം
അവർ അടിസ്ഥാനപരമായിട്ട് ന്യൂനപക്ഷങ്ങളായിട്ട് തന്നെ എപ്പോഴും നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുകയാണെങ്കിൽ, ഒരു ഹിന്ദു രാഷ്ട്രമെന്ന് പറയുന്നത് രൂപപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒരു സ്ഥാനവും ക്രിസ്ത്യാനികൾക്കോ അവരുടെ സമ്പന്നവർഗങ്ങൾക്ക് പോലും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി അവർ ഓർക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. കാരണം അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ ഇടയിൽ പരക്കുകയും പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരം കൂടി ചിലരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് അതും കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളൊന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് RSSൻ്റെ പൊതുവായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ വികാരങ്ങൾ ഒക്കെ പൊരുത്തപ്പെടുന്നതല്ല എന്നും അന്തിമമായിട്ട് RSS നയം ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും ഉള്ളത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ഇനി മുതലുള്ള ചർച്ചകളിൽ ഒരു പക്ഷേ ഗൗരവത്തിൽ വന്നേക്കാം എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ മോദിയുടെ അല്ലെങ്കിൽ ഒരു RSS പ്രവർത്തകൻ്റെ അയാൾ പോയിട്ട് ഈ ബിഷപ്പുമാരെയും മറ്റും കാണുന്ന അല്ലെങ്കിൽ അവരെ അനുനയിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്നുള്ളത് തിരിച്ചറിയേണ്ട ബാധ്യത ക്രിസ്ത്യൻ സമുദായത്തിനുണ്ട് എന്നുള്ളത് ആണ് നമ്മളിവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.